الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم وقولوا قولا سديدا ويصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنساب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവലോക സൃഷ്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ആധുനിക ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രത്യക്ഷമായും പരോക്ഷമായും നേരിട്ടും അല്ലാതെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപകമായ ഉപയോഗവും വിപണനവും. 2022 വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് പ്രകാരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വ്യാപനവും ഓരോ വർഷവും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 15 വയസ്സിനും 64 വയസ്സിനും ഇടയിൽ പ്രായമുള്ള
284 ദശലക്ഷം ആളുകൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് കണക്ക്. കഴിഞ്ഞ 10 വർഷത്തെ അപേക്ഷിച്ച് 26% ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ മുമ്പിൽ ഈ കണക്കുകൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും നമ്മുടെ ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്നലത്തെ മീഡിയ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമുണ്ട്. മലപ്പുറം കോട്ടക്കലിൽ വിവാഹ അഭ്യർത്ഥന നിരസിച്ച വധുവിന്റെ വീടിന് എയർ ഗൺ ഉപയോഗിച്ചുകൊണ്ട് വെടി ഉതിർത്തു എന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസാണ്. പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണത്തിനൊടുവിൽ വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത ഈ പ്രതി വർഷങ്ങളായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ആനുകാലിക പശ്ചാത്തലമുള്ള ഒരു സംഭവം. ഐക്യരാഷ്ട്രസഭ 1987 മുതൽ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട്. സാമൂഹികവും സാമ്പത്തികവും കുടുംബപരമായ പ്രത്യാഘാതങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, മദ്യം ഉപയോഗിക്കുന്ന, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവുമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാനാണ് ഇന്റർനാഷണൽ ലെവലിൽ ഇതേ രൂപത്തിലുള്ള ഒരു ദിനം കൊണ്ടാടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പ്രൈമറിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും, LP ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ലഹരി പദാർത്ഥത്തിന്റെ പ്രയോഗാക്കളാണെന്ന് പറയുമ്പോൾ, ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത പെട്ടിക്കടയിൽ നിന്ന് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന മിഠായി എന്ന പേരിൽ പലപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്ന മധുരമുള്ള ആ സംഗതി, അത് കുട്ടികളെ വീണ്ടും വീണ്ടും തിന്നാൻ പ്രേരിപ്പിക്കുന്ന, അതിലേക്ക് ആകർഷിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ് എന്ന് മനസ്സിലാക്കിയ എത്ര രക്ഷിതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. വിദ്യാഭ്യാസമുള്ള, അതുപോലെ തന്നെ ജോലിയുള്ള, സമുന്നതമായ പദവിയുള്ള പല ആളുകൾക്കും മദ്യത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നില്ല എന്നതാണ് നഗ്ന സത്യം. പ്രായ ലിംഗ മാറ്റമില്ലാതെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹം എന്തെല്ലാം നാമങ്ങൾ, എന്തെല്ലാം പേരുകളിൽ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് അറിയപ്പെടുന്നു. മദ്യമായാലും മയക്കുമരുന്നായാലും ഹെറോയിനായാലും കൊക്കൈനായാലും അതുപോലെ തന്നെ മാരിഹാന എന്നറിയപ്പെടുന്ന, കഞ്ചാവ് എന്നറിയപ്പെടുന്ന, സരസ്യ എന്നറിയപ്പെടുന്ന, MDMA എന്നറിയപ്പെടുന്ന, അതുപോലെ കറുപ്പും മോർഫിനും പല നിലയിൽ പൊടിയായും ദ്രാവകമായും പല നിലയിൽ നമ്മുടെ സമൂഹത്തിന്റെ ബുദ്ധിയും സമ്പത്തും സമയവും കാർന്നുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അറബി ഭാഷയിൽ ഖംറി എന്നാണ് മദ്യത്തിന് ഉപയോഗിക്കുക. നമുക്കറിയാം, ഹിമാർ എന്ന് പറഞ്ഞാൽ മുഖമക്കനെയാണ്. സ്ത്രീകൾ മറക്കാൻ ഉപയോഗിക്കുന്ന മുഖമക്കന. ഖംറി എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറപ്പിച്ച് കളയുന്ന, ബുദ്ധിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദ്രാവകം എന്നതാണ് അതിന്റെ പദപ്രയോഗത്തിൽ തന്നെയുള്ള അർത്ഥമെന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം.
യമനിലേക്ക് ദഅവാ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചപ്പോൾ അവിടെയുള്ള യമനിലെ ആളുകൾ ലഹരിയായി ഉപയോഗിച്ചത് തേനിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു, തേനിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നമായിരുന്നു. യമനിലേക്ക് ദഅവാ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കാൻ പോകുന്ന മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, ഞാൻ എന്ത് മറുപടി പറയണം? ഞാൻ അവിടെ പോയി ദഅവാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ അതിപ്രസരമുള്ള ആ നാട്ടുകാരോട് ഞാൻ എന്ത് പറയണം പ്രവാചകരെ? പ്രവാചകൻ പറഞ്ഞൊരു വാചകം ആധുനിക കാലഘട്ടത്തിലുള്ള നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്ന് പല ആളുകളും മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ നാമം മാറ്റി പറയുന്നു. പ്രവാചകൻ പറഞ്ഞ ഒരു കാലമാണ് എന്റെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും മദ്യം ഉപയോഗിക്കുകയും അതിന്റെ പേര്, അതിന്റെ നാമം മാറ്റി പറയുകയും ചെയ്യുന്ന ഒരു കാലം എന്റെ സമൂഹത്തിൽ വരാനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ പറഞ്ഞു, കുല്ലു മുസ്കരിൻ ഖംറുൻ, കുല്ലു മുസ്കരിൻ ഖംറുൻ. നിങ്ങൾക്ക് ലഹരി ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ലഹരി ഉണ്ടാക്കുന്നുണ്ടോ? അത് മുഴുവൻ ഖംറാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വകുല്ലു ഖംറിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന മുഴുവൻ പാനീയവും അത് ഹറാമാണ്. അത് മുന്തിരി ജ്യൂസായിരുന്നാൽ പോലും, മുന്തിരി ജ്യൂസ് കുടിക്കുന്ന ആളുകളാണ് നമ്മൾ. 1, 2, 3 ദിവസം സൂക്ഷിച്ച ശേഷം നമ്മൾ കുടിക്കുമ്പോൾ അതിനൊരു മത്ത്, അതല്ലെങ്കിൽ ഒരു ലഹരി ഉണ്ടാകും. അതുപോലും ലഹരി ഉണ്ടാക്കുന്നുവെങ്കിൽ അത് ഹറാമാണ് എന്ന് സഹോദരങ്ങളെ, ഇത് പറയാൻ നമ്മളല്ലാതെ ഇസ്ലാമിക ദഅവാ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മളല്ലാതെ മറ്റാരുണ്ട് സഹോദരങ്ങളെ? കുല്ലു മുസ്കരിൻ ഹറാം, കുല്ലു മുസ്കരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന പാനീയം മുഴുവനും ഹറാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത് പനയിൽ നിന്നായാലും, അത് തെങ്ങിൽ നിന്നായാലും, അത് മുന്തിരിയിൽ നിന്നായാലും, അത് ഈത്തപ്പഴത്തിൽ നിന്നായാലും, അതിന്റെ ബൈ പ്രൊഡക്ട്സ്, അതിന്റെ ഉൽപ്പന്നം, അത് കുടിച്ചിട്ടുള്ള പ്രത്യാഘാതം ലഹരി നൽകുന്നുവെങ്കിൽ അത് ഹറാമാണ്, അത് ഹറാമാണ് എന്ന് കൃത്യമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ സന്ദേശത്തിലേക്ക് ഉപരിയായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് ഈ സമൂഹത്തോട് പറയാനില്ല. ചില ആളുകൾ ഔഷധമായി, മരുന്നായി, അതുപോലെ തന്നെ അരിഷ്ടമായി ലഹരി ഉപയോഗിക്കാറുണ്ട്, മദ്യം ഉപയോഗിക്കാറുണ്ട്. ഇന്നുള്ള ഹോമിയോ ആയാലും അതുപോലെ തന്നെ മറ്റുള്ള മരുന്നുകളായാലും പലതിലും അതിന്റെ ലഹരി പദാർത്ഥങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു എന്നതാണ് സത്യം. പ്രവാചകൻ പറഞ്ഞൊരു വാചകം, ഇന്നഹാ ലൈസത് ബിദവാ വലാകിന്നഹാ ദാ. മദ്യം അതൊരു മരുന്നല്ല, അതൊരു രോഗമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും, ഔഷധം എന്ന് പറഞ്ഞാലും, മെഡിസിൻ എന്ന് പറഞ്ഞാലും, ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാലും, മദ്യം അത് രോഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സ്വയം ബുദ്ധിയുള്ള, സ്വയം ബോധമുള്ള ഒരാള് വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന്റെ ഫലമായി വധുഗ്രഹത്തിന് നേരെ വെടിയുതിർക്കുമോ? വേണ്ട എന്ന് പറയാൻ സ്വാതന്ത്ര്യമില്ലേ? രണ്ടുപേരും ഇഷ്ടപ്പെട്ടാലല്ലേ വിവാഹമാവുകയുള്ളൂ. എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ബുദ്ധി മരവിച്ച ഒരു സമൂഹമാണ് ഇതേ രൂപത്തിൽ വർത്തിച്ചത് എന്ന് ആധുനിക സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കള്ള് കുടിക്കരുത്, നിങ്ങൾ കള്ളു കുടിക്കരുത്. നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന പല ആളുകളും പല കമ്പനിയിലും, പല ഉത്സവങ്ങളിലും, പല പ്രോഗ്രാമിലും അമിതമായി മദ്യം മോന്നുന്ന ആളുകള്, നാട്ടിൽ നിന്ന് കള്ളു കുടിക്കാത്ത, മദ്യം പെടാത്ത ആളുകൾ ഫ്ലൈറ്റിലൂടെ പോകുമ്പോൾ, അവിടുത്തെ എയറോസ് വിതരണം ചെയ്യുമ്പോൾ ചോദിച്ചു വാങ്ങി
മദ്യം കുടിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. പ്രവാചകൻ പറഞ്ഞു കള്ളു കുടിക്കരുത്. എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി പദാർത്ഥങ്ങള്, കള്ള് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകൻ ജീവിക്കുന്ന, പ്രവാചകന് നുബുവത്ത് കിട്ടുന്ന കാലം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, മദ്യമില്ലാതെ, പെണ്ണില്ലാതെ, യുദ്ധമില്ലാതെ ജീവിതം പോലും സങ്കല്പിക്കാൻ കഴിയാത്ത കാട്ടറബികളെയാണ് പ്രവാചകൻ പരിവർത്തനം സൃഷ്ടിച്ചുകൊണ്ട് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ, സമൂഹത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സമൂഹമെന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ സമൂഹമായി വാർത്തെടുത്ത പ്രവാചകൻ. മദ്യത്തെ വർണ്ണിച്ചുകൊണ്ട് കവിതകളും സദസ്സുകളും സംഘടിപ്പിച്ചിരുന്ന കാട്ടറബികള് കവിതകൾ ചൊല്ലി 100ഓളം പേരുകൾ ഉണ്ടായിരുന്നത്രേ മദ്യത്തിന്റെ കോപ്പ, ചഷകങ്ങള്, അതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രൂപവും ഭാവവും വർണ്ണനയും അവർ നൽകിയതായി കാണാം. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ മരിക്കുന്ന നേരത്ത് നമ്മുടെ കുടുംബത്തോട് പല വസിയത്തും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ മനസ്സിലെ ആഗ്രഹം, നമ്മുടെ മനസ്സിലെ താല്പര്യം നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട് നമ്മൾ പറയാറുണ്ട്. കാട്ടറബികളായ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ജീവിച്ച അറബികൾ തന്റെ പ്രിയപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ട് മരണശേഷം ചെയ്യാറുള്ള വസിയത്തെന്നോണം അവർ പറഞ്ഞ വാചകം കാണാം. ഇദാ മുത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമത്തിൻ തുറവിൽ ഇലാമി ബഅദ മൗതി ഉറുഖുഹാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വിജനമായിട്ടുള്ള മരുഭൂമിയിൽ കൊണ്ടുപോയി എന്നെ കബറടക്കരുത്. ഏതെങ്കിലും ഒരു മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ നിങ്ങൾ എന്നെ കബറടക്കണം. ആ മുന്തിരിയുടെ വള്ളിയിൽ നിന്ന് കിട്ടുന്ന സത്ത് എന്റെ അസ്ഥികൾക്ക് ലഹരിയാകട്ടെ. ഇത് പറയണമെങ്കിൽ ആ സമൂഹത്തിന് മദ്യവുമായി എത്രത്തോളം, ലഹരിയുമായി എത്രത്തോളം ആസക്തി ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ 3 ഘട്ടമായി മദ്യം പരിപൂർണമായും നിരോധിച്ചു. ഒന്നാമത്തെ ഘട്ടം എന്താണ്? കള്ളു കുടിച്ചാൽ കുറെ ഗുണമുണ്ട്, കള്ളു കുടിച്ചാൽ ദോഷവുമുണ്ട്. ഗുണത്തേക്കാളേറെ ദോഷ. വാചാലില്ലാത്ത ആൾക്കാർ കള്ളുടിച്ചാണ്ട് മതിലിന് തിരക്കണ്ടില്ല. നിങ്ങള് വാചാലം കിട്ടും, മതിലിന്റെയും വേലിയെയും ഒക്കെ തിരക്കുക, ധൈര്യം കിട്ടും. ഇങ്ങനെ കുറെ പ്ലസ് പോയിന്റ് ഉണ്ടെങ്കിലും ഇതിനേക്കാൾ ഉപരി കുടുംബം കുളം തോണ്ടും, അഭിമാനം നഷ്ടപ്പെടും, സാമ്പത്തികമായി കുത്തുപാളയെടുക്കും, നിന്ദിക്കപ്പെടുന്ന അംഗമായി സമൂഹത്തിൽ മാറും. ഇതേ രൂപത്തിൽ തിന്മകളുണ്ട്. നന്മയെക്കാളും മദ്യത്തിൽ തിന്മയുണ്ട് എന്ന് അവരെ ബോധവൽക്കരിച്ചു. ആദ്യമായി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പറഞ്ഞു അവര് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക. നിസ്കരിക്കാൻ വന്ന് ഓതിയിട്ട് നിർത്തുന്നില്ല, കുല്യായ്യുൽ കാഫിറൂൻ ചൊല്ലിട്ട് അവസാനിക്കുന്നില്ല, ചൊല്ലിക്കൊണ്ടേക്കുക. ലഹരി ബാധിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആയത്തിറങ്ങി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബുസ് സ്വലാത്ത വഅൻതും സുകാറ. ലഹരിയുള്ള അവസ്ഥയിൽ നിസ്കരിക്കാൻ പാടില്ല. 5 നേരം നിസ്കരിക്കുമ്പോൾ ലഹരി ഉണ്ടാക്കാത്ത രൂപത്തിൽ നിങ്ങളത് ഉപയോഗിച്ചു കൊള്ളുക. രണ്ടാമത്തെ ഘട്ടത ഈ ആയത്ത് എത്തിയിട്ട് ആരും കുടിച്ചാൽ വേണ്ട. രണ്ടാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം അതിന്റെ തുടക്കത്തിലുള്ള ആയത്താണ്. ഞാൻ എന്റെ മുത്തബയുടെ ആമുഖത്തിൽ ഓതി കേൾപ്പിച്ചത്. അവസാനമായത്തിറങ്ങി, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, ഇന്നമൽ ഖംറു കള്ളും, വൽ മൈസിർ ചൂതാട്ടവും, അധ്വാനമില്ലാതെ നേടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ മൈസിറാണെന്ന് പ്രവാചകൻ പറഞ്ഞു. ഒരാൾ അധ്വാനിച്ചിട്ട് അതിന്റെ ഫലമായി നമുക്ക് ശമ്പളം വാങ്ങാം, വരുമാനം വാങ്ങാം. അതില്ലാതെ ഒരു വിയർപ്പൊഴുക്കാതെ അധ്വാനിക്കാതെ നേടുന്നത് മുഴുവൻ കള്ളിനെ പോലെ ഹറാമാണ്. അതാണ് മൈസർ. യുസ്രി എന്നുള്ള പദത്തിൽ നിന്നാണ് മൈസർ വന്നത്. മേലനങ്ങാതെ കിട്ടണ മുതലെന്നാണ്. കുട്ടികൾ കളിക്കുന്ന ഗോലിക്കളി, ഓട്ടികളി മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആള് അണ്ടിയേർ വരെ അതിൽ കൊടുമെന്നാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്. അധ്വാനമില്ല. ചില ആൾക്കാർ ഇങ്ങനെ നോക്കൂലേക്ക് നോക്കും,
ഒരു പണി എടുക്കൂല, പൈസ വാങ്ങിപ്പോകും, മൈസറാണ്. ഒരു പണി എടുക്കൂല, ഞങ്ങളാണ് ഇവിടുത്തെ ലോഡിങ്ങാർ, ഞങ്ങളറിയാതെ വീട്ടിലേക്ക് പോലും ഒന്നും ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വാങ്ങുന്ന ഈ കാശില്ലേ മൈസറാണ്, അധ്വാനിക്കാതെ കിട്ടുന്ന മുതല്. തുടർന്ന് പറഞ്ഞു വൽ അൻസാബു, അതുപോലെ തന്നെ ബലികർമ്മത്തിൽ അടക്കുന്ന ബലികൾ. അന്ന് ബലികർമ്മത്തിൽ അല്ലാഹുവല്ലാത്ത ആളുകൾക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്താറുണ്ട്, അത് ഹറാമാണ്. അതുപോലെ വൽ അസ്ലാമു, ഭാഗ്യം നോക്കുക. എന്താ ഭാഗ്യക്കുറി? ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ പല ആളുകളുടെ കീശയിൽ നിന്നും ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകൾ സിക്കുന്നുണ്ടാകും. ഈ പറയുന്ന നമ്മൾ ഭാഗ്യ പരീക്ഷ നടത്തുന്ന ആൾക്കാരാ. അറബികള് പക്ഷികളെ പറപ്പിക്കും, അത് വലത്തോട്ടാണ് പറച്ചതെങ്കിൽ നന്മയും, അത് ഇടത്തോട്ടാണ് പറയുമെങ്കിൽ തിന്മയുമായി കാണാറുണ്ട്. നമ്മൾ കാണല്ലേ ഒരു കറുത്ത പൂച്ച മുന്നിൽ കൂടെ ഓടിയാല് നമ്മളെ യാത്ര മുടങ്ങിയെന്ന ഒരാൾ പറഞ്ഞു, നിങ്ങളെ മുമ്പ് കൂടെ ഒരു കറുത്ത പൂച്ച പോകണമെങ്കിൽ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മളെക്കാളും അർജന്റ് ആ പൂച്ചക്കുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി, വേറൊന്നും മനസ്സിലാക്കണ്ട. പൂച്ചയല്ല, ആരായിരുന്നാലും തന്റെ യാത്ര മുടക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന അചഞ്ചലമായ വിശ്വാസമുള്ള ആളുകൾക്ക് കറുത്തതല്ല വെളുത്തതല്ല ഏത് പൂച്ചല്ല ആര് ചാടിയാലും ഒരു കുഴപ്പം വിശ്വാസിക്ക് ഉണ്ടാവില്ല. ഒരു ഖുർആൻ പറഞ്ഞു ഫജിത്തനിബു, ഇതൊക്കെ ഒഴിവാക്കിക്കൊള്ളി, ബായിക്കൂടെ ഒഴിവാക്കിക്കൊള്ളി, മദ്യം ഒഴിവാക്കിക്കൊള്ളി, അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് അറുക്കപ്പെടുന്ന ബലികർമ്മങ്ങൾ ഒഴിവാക്കിക്കൊള്ളി. ഫജിത്തനിബു ലഅല്ലകും തുഫ്ലിഹൂൻ, ജീവിതത്തിൽ പരലോകത്തിൽ വിജയിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കുക. തുടർന്ന് പറയുന്ന ആയത്ത് നോക്കുക, ഇന്നമാ യുരീദു ശൈത്വാനു, പിശാച് ഉദ്ദേശിക്കുന്നത് അൻയൂകിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഹ ഫിൽ ഖംറി വൽ മൈസിർ, കള്ളിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ പകയും വിദ്വേഷവും വെറുപ്പും കുടിപ്പകയും ഉണ്ടാക്കാൻ പിശാച് ഉദ്ദേശിക്കുന്നു. കള്ളു കുടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ചൂതാട്ടത്തിൽ ഭാഗ്യക്കുറിയില് അത് കിട്ടിയിട്ടില്ലെങ്കിൽ മാനസികമായ പ്രശ്നമുണ്ട്. ആലോചനകള് നിങ്ങൾക്കിടയിൽ പകയും വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്നത് പിശാചാണ്. വയസുദ്ദുക്കും മൻസിക്കില്ല, പടച്ച തമ്പുരാനെ ഓർക്കുന്നതിൽ നിന്ന് കള്ളും ചൂതാട്ടവും അതുപോലെ തന്നെ നിങ്ങൾ നടത്തുന്ന ഭാഗ്യപരീക്ഷണങ്ങളും തടഞ്ഞു നിർത്തുന്നു. മര്യാദ നിസ്കരിക്കാൻ കഴിയില്ല, കള്ളു കുടിക്കുന്ന ചൂതാട്ടം നടത്തുന്ന അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് അറിവ് നടത്തുന്ന ഭാഗ്യപരീക്ഷണം നടത്തുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ കൃത്യമായി കഴിയില്ല എന്ന് ഖുർആൻ പറയാ. ഇനിയും വിരമിക്കാനായില്ലേ? ഇനിയും നിർത്താനായില്ലേ? 1500 കൊല്ലങ്ങൾക്കപ്പുറം പ്രവാചകൻ ഈ ആയത്തങ്ങ് ഓതി കേൾപ്പിച്ചപ്പോൾ മദീനയുടെ തെരുവീതിയിലൂടെ കല്ലിന്റെ പുഴ ഒഴുകിയുന്ന കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വലിച്ചെറിഞ്ഞു, വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒഴിവാക്കി, അതുപോലെ തന്നെ വാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തച്ചുടച്ചു. എന്നിട്ട് മദീനയുടെ തെരുവീതിയിലൂടെ കള്ളിന്റെ പുഴൊഴുകി. നമ്മളോ ഏതായാലും ഇപ്പൊ നിരോധിച്ച് ഇന്നൊക്കെ കുടിച്ചാൻ പറ്റുള്ളൂ, കള്ളറച്ച് കുടിച്ച് ഇന്നേ പറ്റുള്ളൂ, പാനെ കുടിച്ചോളി. ഇങ്ങനെ നമ്മുടെ ഡയലോഗ് എങ്ങനെ? ആ ആയത്തണ്ട് ഇറങ്ങി ആ സ്പോട്ടില് ഇന്നൊന്നും ആലോചിച്ചില്ല. ആ മദീനയുടെ തെരുവീതിയിലൂടെ കള്ളൊടുക്കിയ ഒരു സഹാബത്ത് ചോദിക്കുന്ന ചോദ്യം തരങ്ങള്, അല്ല റസൂലെ നിങ്ങൾ കള്ള് നിരോധിച്ചു, അന്ന് നിർത്തി ഞങ്ങള്. ഞങ്ങൾക്കൊരു സംശയം തരങ്ങള്, അന്ന് കള്ള് ഒഴുകി മദീന തെരുവീതിയിലൂടെ ഒഴുകിയ സ്ഥലത്ത് ധാരാളം പുല്ല് മുളച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒട്ടകം ആ പുല്ല് തിന്നു കഴിഞ്ഞാൽ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് ഹലാലാണോ? എത്രമാത്രം പരിവർത്തനങ്ങൾക്ക് വിധേയായി ആ പാല് നമ്മൾ കുടിച്ചില്ലെങ്കിലും അതിന്റെ വിലയും അതിന്റെ പ്രയോജനാക്കളും അതുപോലെ തന്നെ കച്ചവടക്കാരും. മുമ്പൊക്കെ ഒരു സംവിധാനം ഉണ്ട്, എന്താ ഉത്തരം വെക്കണമെന്ന് ആശാരിക്ക് ഒന്ന് എങ്ങനെ പറയാ, ഒന്നിട്ട് മാങ്ങണം, ഒന്നും പറയാ, ഒന്നിട്ട് റെഡിയാക്കണം, എന്നെങ്കിലും ശരിയാവുള്ളൂ. നമ്മൾ ചങ്കേക്ക് ഗൾഫിൽ നിന്ന് വരുമ്പോൾ പല ആളുകളും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. നമ്മൾ കുടിക്കൂല, പക്ഷെ നമ്മൾ കൊടുക്കും. ഞാൻ വഴിയെ പറയുന്നുണ്ട് നമുക്ക് എത്രത്തോളം അതുമായി ബന്ധപ്പെടാമെന്നുള്ളത്. പ്രവാചകൻ പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം. വാക്ബറുൽ കബായിർ, ഏറ്റവും വലിയ പാതകമാണ് കള്ളു കുടിക്കുക എന്നത്.
ഏറ്റവും വലിയ അപരാധമാണ് മൻ ശരിബഹ വഖദ് അലാ ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി. കള്ളു കുടിക്കുന്നവൻ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചതിന് തുല്യമാണെന്ന, സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും കുട്ടികളെ വ്യഭിചരിച്ചതിന് തുല്യമാണ് എന്ന് 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചു. സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യാണെന്നാണ്. ഇതിനേക്കാളും വലിയ സന്ദേശം ലോക അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് സമൂഹത്തിനോട് പറയാൻ ഇതിനേക്കാൾ അപ്പുറം മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, സ്ഥിരമായി കള്ളു കുടിക്കുന്നവൻ ലാ യദ്ഖുൽ ജന്നത മന്നാൻ, ചെയ്തത് എടുത്തു പറയുന്നവൻ സ്വർഗ്ഗത്ത് പോകില്ലെന്നാണ്. ഒരാൾക്ക് നമ്മളൊരു ഉപകാരം ചെയ്തിട്ട് സദസ്സുകളിലിട്ട് അയാളുടെ അപമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിലെങ്ങാനും നമ്മുടെ നാവുകൾ വർത്തിച്ചാൽ കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, സ്വർഗം കിട്ടൂല. നിങ്ങൾ കൊടുക്കുന്ന ധർമ്മത്തിന്റെ പേരിൽ കൊടുത്ത ആളങ്ങള് ദ്രോഹിക്കരുത്. എന്താ ദ്രോഹം? ആ പോണെങ്ങായില്ലേ 27 ഞാൻ എത്ര റുപ്യ കൊടുത്ത് ആ ഉസ്താദില്ലേ എന്നാളില്ലേ ഒരു പേരുണ്ടായി കൊടുത്ത് ഞങ്ങളാ പോയില്ലേ. സ്വർഗത്തിന്റെ അടുത്തേക്ക് എത്തൂലെന്നാണ്. ആ കൂട്ടത്തിൽ പറഞ്ഞു പ്രവാചകൻ, നിങ്ങൾ എത്ര വലുതായാലും നിങ്ങളാക്കിയ ഉപ്പയെയും ഉമ്മയെയും നിങ്ങൾ ദ്രോഹിക്കുന്നുണ്ടോ, ധിക്കരിക്കുന്നുണ്ടോ, സ്വർഗം കിട്ടൂല. ഉമ്മയുടെ കാലിനടിയിൽ സ്വർഗമെങ്കിൽ അതിന്റെ മധ്യവാതിൽ ഉപ്പയാണെന്ന് തിരിച്ചറിയണം. ആധുനിക ലോകം അനുസരണമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു. ആദരവ് എന്താണ്, ബഹുമാനം എന്താണ് എന്ന് അറിയാത്തൊരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ മാതാപിതാക്കളെ ദ്രോഹിച്ചവൻ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. വലാ മുദ്മിനുൽ ഖംർ, സ്ഥിരമായി കള്ളു കുടിക്കുന്നവനും കള്ളിന്റെ അത് ഹാബിറ്റായി, ചിട്ടയായി, പതിവായി, അതൊരു സ്റ്റാറ്റസായി മാറ്റുന്ന സമൂഹം മനസ്സിലാക്കണം. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല എന്നാണ്. ഇനിയോ ഒരു നിലക്കും ബന്ധപ്പെടാൻ പാടില്ല. ഒരു നിലക്കും. റസൂൽ പറഞ്ഞ തരങ്ങള്, ഒരാള് തന്റെ കടയിൽ നിന്ന് ശർക്കര വാങ്ങി വാറ്റാനാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കടയിൽ നിന്ന് നിങ്ങൾ ശർക്കര കൊടുത്താൽ നിങ്ങൾ നരകത്തിലേക്ക് തിരക്കി ചെല്ലണമെന്നാണ്. നമ്മൾ കുടിച്ചൊന്നുമില്ല, നമ്മൾ നല്ല വിദേശ മദ്യഷാപ്പിന്റെ അടുത്ത് പോയിട്ട് ടച്ചിങ്ങും അതുപോലെ തന്നെ അതിലെ ഭക്ഷണവും ഒക്കെ ഉഷാറായിട്ട് ബിസിനസ് നമ്മൾ നടത്തിയ ആലോചിക്കണം. നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ ഖംറ, മദ്യത്തെ തന്നെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വലഅന ശാരിബഹ, ആരാണത് കുടിക്കുന്നവൻ അവനെ ശപിച്ചിരിക്കുന്നു. വസാഖിയ, മറ്റുള്ള ആളുകളെ കുടിപ്പിക്കുന്ന ആളുകളെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു. വആസിറഹ, അത് വാറ്റുന്നവനെയും. വമആസിറഹ, ആർക്ക് വേണ്ടിയാണോ അത് വാറ്റുന്നതെങ്കിൽ അവനെയും. വബായുഹ, അത് വാങ്ങുന്നവനെയും. വമുത്തഹ, അത് വിൽക്കുന്നവനെയും. വഹാമിലുഹ, അത് വഹിക്കുന്നവനെയും. വമഹ്മൂലഹു, ആർക്ക് വേണ്ടിയാണോ ഈ കള്ള് കൊണ്ടുപോകുന്നത് അവനെയും. അതുപോലെ വആകിറു സമനഹ, അതിന്റെ വില, മദ്യത്തിന്റെ വില ഭക്ഷിക്കുന്ന ആളുകളെയും അള്ളാഹുവിന്റെ റസൂലും ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാടുകളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. മദ്യവും മയക്കുമരുന്നും മദിരാശിയും ലഹരി പദാർത്ഥങ്ങളും നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ മുസൽമാനായ വിശ്വാസികളായ തൗഹീദ് ഉൾക്കൊള്ളുന്ന നമുക്കും ഇവിടെ പലതും ചെയ്യാനുണ്ട്. ഇത് പറയാൻ, പ്രബോധനം ചെയ്യാൻ, ഈ സമൂഹത്തെ ആ ആസക്തിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള പല സെന്ററുകളുമുണ്ട്. കള്ളിലും ലഹരി പദാർത്ഥങ്ങളിലും അതുപോലെ മയക്കുമരുന്നിലും. നിങ്ങളറിയോ, MDMA എന്ന് വിളിക്കുന്ന പഞ്ചസാരയുടെ തരിയോളം വലിപ്പമുള്ള തന്റെ നഖത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാവുന്ന ചെറിയ സംഗതി വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാണ്. അവർക്കുണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള മാറ്റം. സംസാരിക്കാത്ത കുട്ടി വാചാലമായി സംസാരിക്കുന്നു. കുട്ടി ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും ദേഷ്യം. മുമ്പൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു,
സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മയെ ചിരവ് കൊണ്ട് അടിച്ച ഒരു യുവാവ് ഉമ്മയോട് ലഹരി പദാർത്ഥത്തിന് മയക്കുമരുന്നിന് കാശ് വെച്ച് ഉമ്മ കൊടുത്തില്ല. ആദ്യം എല്ലാവരുടെ നിർബന്ധത്തിനും വഴങ്ങി അൽ കൗസുൽ ഊല ഒന്നാമത്തെ ചഷകം കുടിക്കുന്ന, പിന്നെ അങ്ങനെ തിരക്കി ചെല്ലുന്ന, പിന്നെ ആ സമയമാകുമ്പോൾ കിട്ടാഞ്ഞാൽ വിറക്കുന്ന. നിങ്ങളെ കുട്ടികളുടെ ഒരു മൊബൈൽ കിട്ടിയാൽ മതി, ഒരു ബൈക്ക് കിട്ടിയാൽ മതി, ഓരോരു സംഗതിക്ക് കിട്ടൂല. പിന്നെ എവിടെയെങ്കിലും ആ കേന്ദ്രങ്ങളിൽ, വിദ്യാലയങ്ങളുടെ പരിസരത്ത്, അല്ലെങ്കിൽ ആളൊടിഞ്ഞ സ്ഥലത്ത്, അതുപോലെ ബസ് സ്റ്റാൻഡുകളില്, ബസ് സ്റ്റോപ്പുകളില് ട്രിപ്പാണ് ഇപ്പൊ ആകെ ട്രെൻഡ് അതാണ്. ഊട്ടിയിലേക്ക് പോവുക, ഏത് വഴി പോകണം എന്നുള്ളത് സോഷ്യൽ മീഡിയ പഠിപ്പിക്കുക. ആ റൂട്ടിൽ തന്നെ പോയാലാണ് അത് ട്രെൻഡ് ആവുള്ളൂ, വൈറലാവുള്ളൂ. വൈറലല്ല, വിറച്ചുകൊണ്ടിരിക്കുക. ഈ മൊബൈൽ ഏറ്റവും വലിയ ലഹരിയാണ്. ചെറിയ കുട്ടികൾ, ഇപ്പോൾ പ്രസവിച്ച 6 മാസം പോലും തികയാത്ത കുട്ടികൾ കരയുമ്പോൾ ഉമ്മമാര് ഉപ്പമാര് വീഡിയോ ഉണക്കി കൊടുക്കുക. ഭക്ഷണം കഴിക്കണമെങ്കിൽ വേണ്ടേ? അവസാനം അവരുടെ മസ്തിഷ്കം, തലച്ചോറുകൾ പോലും ക്യാൻസർ പോലെയുള്ള മാരക രോഗത്തിന് അടിമയായി യുവാവാകാതെ മരിച്ചു പോകുന്ന, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന ഈ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ നടത്തിയ പരിവർത്തനത്തിൽ സജ്ജരാവുക, അള്ളാഹുവിലേക്കും അള്ളാന്റെ ദീനിലേക്കും ഇസ്ലാമിലേക്കും അടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമികമായി ജീവിച്ചാൽ ഈ ദുനിയാവും പരലോകവും നമുക്ക് നഷ്ടപ്പാടും നമുക്ക് ലഭിക്കും. ഇല്ല എങ്കിൽ ദുനിയാവും നഷ്ടപ്പെടും, പരലോകവും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, ലഹരി മുക്തമായിട്ടുള്ള ഒരു നല്ല നാളുകൾ നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി സർവശക്തനായ അല്ലാഹു നല്ലൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.